നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ, ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ഇന്നത്തെ ഒരു വീഡിയോയിൽ 40 വയസ്സ് കഴിഞ്ഞ ഓരോ ആളുകളെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് 35 ക്രോസ് ആയെങ്കിലും കുഴപ്പമില്ല, 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഈ ഒരു വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ എന്തായാലും ചെയ്യും. അതിനേക്കാൾ കൂടുതലായിട്ട് 40 വയസ്സൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് പൊതുവായിട്ട് നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനെയെല്ലാം നല്ല രീതിയിൽ ചെറുത്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഏജ് ഇങ്ങനെ കൂടുന്തോറും നമ്മുടെ ശരീരത്തിലും അതിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും. ബോണിൻ്റെ ഡെൻസിറ്റി നന്നായിട്ട് കുറഞ്ഞു വരും. നമുക്കൊരു ക്ഷീണം പോലെ, എപ്പോഴും നല്ലൊരു ക്ഷീണം, എനർജി ഇല്ലാത്തതുപോലെ തോന്നുക. ചിലരിൽ കാണാൻ പറ്റും BP, ഷുഗർ, തൈറോയിഡ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ പല സമയങ്ങളിലായിട്ട്, ചിലർക്ക് അറ്റ് എ ടൈം വരും, ചിലർക്ക് പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ പല രോഗങ്ങളിങ്ങനെ പിടിപെടും. അങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ കണ്ടുവരും. ഈ പറയുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ D എന്ന് പറയുന്നൊരു കാര്യം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സൂര്യനിൽ നിന്നാണ് കൂടുതലും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ D കൂടുതലും കിട്ടുന്നത്. വളരെയധികം നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ പ്രായമാകുന്ന ആളുകൾക്ക് ഈ മേലിലൊക്കെ വേദന വരുമ്പോൾ അവരവരുടെ ഡോക്ടർമാരെ കാണിക്കാനായിട്ട് പോകും. അപ്പോൾ ഡോക്ടർമാർ കൂടുതലും അവർക്ക് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻ്റ് ഒക്കെ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. കുറേ നാളിങ്ങനെ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻ്റ് എടുത്തിട്ട് അവർ പറയും, പ്രത്യേകിച്ച് ഇങ്ങനെ വേദനയിൽ കുറച്ച് നാൾ കുറയുമെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ നല്ലൊരു റിസൾട്ട് ചിലർക്ക് കിട്ടാറില്ല എന്നുള്ളൊരു കാര്യം. ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാൽഷ്യം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ആഗീകരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D എന്ന് പറയുന്നത് വലിയൊരു റോളാണ് കൊടുക്കുന്നത്. വൈറ്റമിൻ D നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യില്ല. കൂടുതലായിട്ടൊരു 40 കഴിഞ്ഞിട്ടുള്ള ആളുകളിലാണെങ്കിൽ ബോണിൻ്റെ ഡെൻസിറ്റി അത് ഓട്ടോമാറ്റിക്കലി പതുക്കെ കുറഞ്ഞു വരുന്ന ഒന്നാണ്. ഇപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ പ്രായമായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ എല്ലൊക്കെ പൊട്ടി ഇങ്ങനെ ഫ്രാക്ചറൊക്കെ ഉണ്ടാവും. കാരണം എന്താണ്? അവരുടെ ബോണിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു 40 കഴിയുമ്പോഴാണ് കൂടുതലും ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് സന്ധിവാതം പോലെയുള്ള പ്രശ്നങ്ങൾ, ഫ്രാക്ചർ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 40+ലൊക്കെയാണ്. കാരണം ബോൺസ് വീക്കായിട്ട്. അതുകൊണ്ട് തന്നെ കാൽഷ്യം എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റോളാണ് കൊടുക്കുന്നത് വൈറ്റമിൻ Dക്കാണ്. വൈറ്റമിൻ D ഈ ഒരു കാര്യത്തിന് മേജറായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ വൈറ്റമിൻ D നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂടുന്ന സമയത്ത് പലതരം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, പലർക്കും അറിയാത്തൊന്നും കൂടി എന്ന് പറയാം. ഈ വൈറ്റമിൻ D നമ്മുടെ മസിൽസിൻ്റെ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പ്രായമാകുന്ന സമയത്ത് മസിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീക്കാവാനൊക്കെ തുടങ്ങും. ഇതിനെ നന്നായിട്ടൊന്ന് ഹെൽത്തി ആക്കി വെക്കുന്നതിനും ഫിറ്റ്നസ് ലെവലിനെ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഈ വൈറ്റമിൻ Dക്ക് നല്ലൊരു കഴിവുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു വൈറ്റമിൻ Dയുടെ മെയിൻ ആയിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ്. ദിവസത്തിൽ 1 മണിക്കൂർ നിങ്ങൾ രാവിലത്തെ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഉച്ചക്കലത്തെ സൂര്യപ്രകാശം അങ്ങനെ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കൊള്ളുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം പോർഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പോഷർ, അതായത് കാണിക്കാൻ പറ്റുന്നു വെയിലിൽ, അത്രത്തോളം നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സൺസ്ക്രീൻ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ലോഷൻസ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും പരമാവധി അപ്ലൈ ചെയ്യാതിരിക്കണം. കാരണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊട്ടക്ഷനാണ് അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്ത് നമ്മൾ സണ്ണിൻ്റെ ഇടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആഗീകരണം ചെയ്യില്ല. അതുകൊണ്ട് ഇത്തരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാതെ വെറുതെ ഇങ്ങനെ എത്രത്തോളം കൊള്ളിക്കാൻ പറ്റുന്ന ഭാഗത്ത് കൊള്ളിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പല ആളുകളും ഉണ്ടാകും സൂര്യപ്രകാശം അധികം കിട്ടാത്തവരാണ്, കൂടുതൽ സമയം ഓഫീസിലാണ്, വർക്കിലാണ്, അല്ലെങ്കിൽ ടൈം ഇല്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ സപ്ലിമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളും ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്ത രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നൊരു കാര്യം. ഈ B12 എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനെ നന്നായിട്ട് കൂട്ടുന്നതിനും ബ്രെയിനിനെ നന്നായിട്ട് ഷാർപ്പാക്കുന്നതിനും ആക്റ്റീവാക്കി വെക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ്.
കൂടുതലായിട്ടൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ പൊതുവായിട്ട് കണ്ടുവരുന്നത്. ഇനി രണ്ടാമത് നമ്മളൊരു B12 ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിലൊരു എനർജി പ്രൊഡക്ഷനായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വൈറ്റമിൻ B12. രക്തത്തിലത്തെ RBC നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ശരീരത്തിലത്തെ ഓക്സിജൻ നമ്മുടെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ എത്തിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ B12. ഇപ്പം നമുക്ക് തോന്നുകയാണ്, നമുക്ക് എപ്പോഴും ഇങ്ങനെ നല്ല രീതിയിൽ വീക്ക്നെസ് പോലെ നന്നായിട്ട് തോന്നുകയാണ്, ഒരു എനർജി ഇല്ലാത്തതുപോലെയൊക്കെ തോന്നുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ശരീരത്തിൽ ചിലപ്പോൾ B12 ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇത് കൂടാതെ ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതെങ്ങനെയാണ് ഹാർട്ടായിട്ട് കണക്റ്റഡ് ആയെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഹോമിയോസിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ പല സമയങ്ങളിൽ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന് വളരെയധികം റിസ്ക് കൂടുതലുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ B12 ഈ ഒരു ഹോമിയോസിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിനും നമ്മുടെ ഹാർട്ടിനെ ഇൻഡയറക്റ്റ്ലി നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വൈറ്റമിൻ B12 ഒരു നമ്മൾ സോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും മാംസാഹാരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് വൈറ്റമിൻ B12 നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഇറച്ചി പോലെയുള്ള കാര്യങ്ങൾ, മീൻ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B12 കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, വീഗനാണ്, ഇതൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള വൈറ്റമിൻ B12 മെഡിസിൻസും അവൈലബിൾ ആണ്, സപ്ലിമെൻറ്റ്സും. തീർച്ചയായിട്ടും നല്ലൊരു കമ്പനി നോക്കി നിങ്ങൾക്കത് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്ത മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ C എന്ന് പറയുന്നൊരു കാര്യം. നമ്മുടെ ശരീരത്തിൽ വേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വൈറ്റമിൻ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ അതിനെ നന്നായിട്ട് കുറച്ച് നിർത്തിയിട്ട് ഏജിങ്ങിനെ നന്നായിട്ട് തടയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കൊളാജൻ്റെ പ്രൊഡക്ഷനെ നന്നായിട്ട് കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒരു വൈറ്റമിനും കൂടിയാണ് വൈറ്റമിൻ C. ഈ കൊളാജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടുതലായിട്ടും നമ്മുടെ ജോയിൻസിനെ, മസിൽസിനെ, അതുപോലെ തന്നെ എല്ലുകളെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി വെക്കുന്നതിന് ഈ കൊളാജന് നല്ലൊരു റോളാണ് കൊടുക്കുന്നത്. ഏജ് പതുക്കെ കൂടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന കൊളാജൻ്റെ പ്രൊഡക്ഷനും പതുക്കെ കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ പതുക്കെ കുറയുന്നതുകൊണ്ടാണ് നമ്മൾ പ്രായമാകുന്ന സമയത്ത് മുഖത്ത് ഇങ്ങനെ ചുളിവുകൾ, ജോയിൻസിൽ വേദനയൊക്കെ കണ്ടുവരുന്നത്. അതുപോലെ ഈ വൈറ്റമിൻ C എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഏതൊക്കെ കാര്യങ്ങളിലാണ് വൈറ്റമിൻ C കൂടുതലും അടങ്ങിയിരിക്കുന്നത് നോക്കുമ്പോൾ ഓറഞ്ച്, മുസംബി, ബെറീസ് പോലെയുള്ള കാര്യങ്ങൾ, ചുവന്ന കളറിലുള്ള ക്യാപ്സിക്കം, ബ്രോക്കോളി എന്നീ പറയുന്ന കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ C അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന ഒന്നാണ്. ഇപ്പം നിങ്ങളെന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പഴങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളൊന്നും വരുന്നില്ല എങ്കിൽ ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് നല്ലൊരു സപ്ലിമെൻറ്റും വെക്കാവുന്ന ഒന്നും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകും, ഈ പറഞ്ഞ 3 വൈറ്റമിൻസ് മാത്രമാണോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. തീർച്ചയായിട്ടും അല്ല. മറ്റ് പല വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ K, മഗ്നീഷ്യം, കാൽഷ്യം, omega-3 എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ വേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ 3 വൈറ്റമിൻസാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരത്തിൽ വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ്. ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ പോയില്ലെങ്കിൽ പലതരം പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകാനുള്ള വളരെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിന് കൂടുതലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള ഉൾപ്പെടുത്തി അതും കൂടി കംപ്ലീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവായി അല്ലെങ്കിൽ മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.